പാസ്സാക്കാൻ നീ ഇടയാക്കല്ലേ അള്ളാഹ്. ഞങ്ങളെല്ലാവരും ശക്തമായി ഇതിനെ എതിർക്കുമെന്നുള്ള കാര്യം സുരക്ഷിതമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ഇത് മതേ രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. അത് നിലനിൽക്കണമെന്നും അതേപടി നിലനിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പരിപാടികൾ വിജയിപ്പിച്ചു തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ മരണപ്പെട്ടു പോയ ഉസ്താദന്മാരെയും അള്ളാഹു വിജയുടെ ഉൾപ്പെടുത്തട്ടെ. ഇസ്ലാമിന്റെ ഇഷ്ടത്തിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരീരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നോക്കിക്കുകയും നമ്മളെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا رب صل. ഈ പ്രതിഷേധ റാലി ആരംഭിക്കുക. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരങ്ങളോട് പ്രവർത്തനങ്ങളോട് വളരെ വിനയാനിതമായ അഭ്യർത്ഥന. ഈ മുമ്പിൽ നിൽക്കുന്ന 2 വരി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുമ്പിൽ നിന്ന് ക്യാമറയുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന 2 വരി ആളുകൾ അതിന് തങ്ങളുണ്ടായി സൗകര്യമായ അവർക്ക് നടക്കണം. ബാക്കിയുള്ളവർ പിറകിൽ 2 വരിയായിട്ട് മാത്രം ആരും കൂട്ടം കൂടരുത്, കാണികളായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് സാധാരണ ഒരു സമരമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. ഇത് അച്ചടക്കത്തോടെ പരിപൂർണമായി വിജയിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, പാർലമെന്റിൽ അവതരിപ്പിച്ച JPCക്ക് ഇപ്പോൾ വിട്ടിരിക്കുന്നതാണ്. ആ ബില്ലിനെതിരായി അത് പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ സമരമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഈ തരത്തിൽ തെരുവിലിറങ്ങിയ ഒരു സമരം ഇതുവരെ നടന്നിട്ടില്ല. ആദ്യമായി JPCക്ക് ഈ ബില്ല് പാസ്സാക്കരുത്, ഇത് കൊടുക്കരുത്, ഇത് നിങ്ങൾ റിമാർക്ക് ചെയ്ത് തള്ളണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടതും ദക്ഷിണ കേരള ജമിയത്തുലമയും അതിൻ്റെ ബഹുശാ പ്രസ്ഥാനങ്ങളായ ജമാഅത്ത് ഫെഡറേഷൻ, യുവജന ഫെഡറേഷൻ, വിദ്യാർത്ഥി ഫെഡറേഷൻ, വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയുള്ള സംഘങ്ങളാണ്. എല്ലാ മഹല്ലുകളുമാണ് അങ്ങനെ പ്രമേയം പാസ്സാക്കിയത്. ആദ്യമായി JPCക്ക് അങ്ങനെ പ്രമേയം പാസ്സാക്കി കൊടുക്കുന്നതും ഈ തരത്തിലൊരു സമര പ്രഖ്യാപനം നടത്തി സമരരംഗത്ത് ഇറങ്ങുന്നതും നമ്മളാണ്, ദക്ഷിണ കേരള ജമിയത്തുലമയും ബഹുശാ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നടത്തുന്നെങ്കിലും ഇതിൻ്റെ അലയൊലികൾ ഇന്ത്യ രാജ്യം ഒന്നായി വളരാൻ പോവുകയാണ്. ഇത് ദർശിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ അച്ചടക്കം ആത്മാഭിമാനവും ഇതിനകത്ത് വിളിച്ചുകൊണ്ടുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ബാനറിൻ്റെ തൊട്ടു പിന്നിലുള്ള 2 വരി ആളുകൾ നേതാക്കൾ ജമിയത്തുലമയുടെ, ജമാഅത്ത് ഫെഡറേഷൻ്റെ, വിദ്യാഭ്യാസ ബോർഡ്, യുവജന ഫെഡറേഷൻ, വിദ്യാർത്ഥി ഫെഡറേഷൻ, മനാലീസ് അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹികൾ, ബാക്കിയുള്ളവരെല്ലാം സ്വയം പുറകോട്ട് നിന്ന് 2 വരിയായിട്ട് അച്ചടക്കത്തോടി അംഗീകൃത മുദ്രാവാക്യം മാത്രം മുഴക്കി നീങ്ങണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. മുദ്രാവാക്യം മുഴക്കുക. തക്ബീർ, തക്ബീർ, തക്ബീർ. പ്രതിഷേധം, പ്രതിഷേധം, ജമിയത്തിൻ പ്രതിഷേധം, വഖഫ് ബില്ലിൻ പ്രതിഷേധം, ജമിയത്തിൻ പ്രതിഷേധം, വഖഫ് ബില്ലിൻ പ്രതിഷേധം, ദക്ഷിണയുടെ പ്രതിഷേധം, ജമിയത്തുൽ ഉലമ സിന്ദാബാദ്, ജമിയത്തുൽ ഉലമ സിന്ദാബാദ്, ജമാഅത്ത് ഫെഡറേഷൻ സിന്ദാബാദ്, KMYF സിന്ദാബാദ്, DKISF സിന്ദാബാദ്, DKICC സിന്ദാബാദ്, രാജ്വന്മാർ വിട്ടുതരില്ല, 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 വിട്ടുതരില്ല. രാജ്ഭവൻ മാർച്ചാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്നത്. മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷ
ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ ഐഡന്റിറ്റി പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പോഷക പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന അത്യുജ്വലമായ രാജ്ഭവൻ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. 40-ലധികം ഭേദഗതി നിർദ്ദേശങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്ത് സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ധർമ്മശാസ്ത്ര നിയമങ്ങൾ കാറ്റിൽപ്പറത്തി സമുദായത്തിന്റെ ബൈത്തുൽ മാൽ സംവിധാനത്തെ പരിഹസിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയും പോഷക പ്രസ്ഥാനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന അത്യുജ്വലമായ അനധികൃതരുടെ കൈകളിൽ അകപ്പെടാനോ സഹായിക്കുന്ന വഖഫ് ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പോഷക പ്രസ്ഥാനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന അത്യുജ്വലമായ രാജ്ഭവൻ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. 40-ലധികം ഭേദഗതി നിർദ്ദേശങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്ത് സൂക്ഷ്മമായി അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെയും പോഷക സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ധർമ്മശാസ്ത്ര നിയമങ്ങൾ കാറ്റിൽപ്പറത്തി മുസ്ലിം സമുദായം സൂക്ഷ്മതയുടെയും പ്രവൃത്തിയുടെയും കൈകാര്യം ചെയ്തിരുന്ന കോടിക്കണക്കിന് സംയുക്തമായ പിൻപത്തിൽ നടക്കുന്ന രാജ്ഭവൻ മാർച്ച് കടന്നു വരികയാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം സൂക്ഷ്മതയുടെയും ഐക്യതയുടെയും കൈകാര്യം ചെയ്തിരുന്ന കോടിക്കണക്കിന് മുതലുകൾ അന്യാധീനപ്പെടാനോ അനധികൃതരുടെ കൈകളിൽ അകപ്പെടാനോ സഹായിക്കുന്ന വഖഫ് ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പോഷക പ്രസ്ഥാനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികവും അത്യുജ്വലമായ രാജ്ഭവൻ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം സൂക്ഷ്മതയുടെയും പ്രവൃത്തിയുടെയും കൈകാര്യം ചെയ്തിരുന്ന കോടിക്കണക്കിന് വഖഫ് മുതലുകൾ അന്യാധീനപ്പെടാനോ അനധികൃതരുടെ കൈകളിൽ അകപ്പെടാനോ സഹായിക്കുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ അത്യുജ്വലമായ രാജ്ഭവൻ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളായ മുസ്ലിം സമുദായം സൂക്ഷ്മതയുടെയും പ്രവൃത്തിയുടെയും കൈകാര്യം ചെയ്തിരുന്ന കോടിക്കണക്കിന് വഖഫ് മുതലുകൾ അന്യാധീനപ്പെടാൻ കാരണമാകുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പ്രതിഷേധം
പ്രതിഷേധം ജംഇയ്യത്തിൻ പ്രതിഷേധം സ്വാതന്ത്ര്യത്തിന് ജീവൻ നൽകി വീരചമരം പ്രാപിച്ച മുസ്ലിം ജനതയുടെ അഭിമാനം പിച്ചിച്ചീന്തിയെറിയുന്നു. നമ്മുടെ രാജ്ഭവന്റെ മുമ്പിലായതുകൊണ്ട് നേരത്തെ സ്റ്റേജ് കെട്ടാൻ പറ്റുന്നില്ല. ഞങ്ങൾ വന്നതനുസരിച്ച് സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് സ്റ്റേജ് ശരിയാവും. അതിനുശേഷമാണ് നമ്മുടെ പ്രതിഷേധ സമരം ആരംഭിക്കുന്നത്. അതുവരെ അല്പം ബുദ്ധിമുട്ടിയാലും ഉത്തരവാദിത്തം ഒഴുകി എല്ലാ പ്രവർത്തകരും അച്ചടക്കത്തോടെ അവർക്ക് മനസ്സിലാക്കുന്നത് അഭ്യർത്ഥിക്കും. ജംഇയ്യത്തുൽ ഉലമ സിന്ദാബാദ്, ജമാഅത്ത് ഫെഡറേഷൻ സിന്ദാബാദ്, KMYF സിന്ദാബാദ്, DKLM സിന്ദാബാദ്, DKISF സിന്ദാബാദ്, DKICC സിന്ദാബാദ്, രാജ്ഭവൻ മാർച്ച് സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം വഖഫ് ബില്ലിൽ പ്രതിഷേധം വഖഫ് ബില്ലിൽ പ്രതിഷേധം. ബാബരി അന്ന് പൊളിച്ചതുപോലെ ഒത്തിരി വഖഫ് സ്വത്തുക്കൾ